കോളേജിലൊക്കെ പോയി വരുന്ന സമയത്ത് വൈകുന്നേരം ചായക്ക് എന്തായാലും ഒരു പലഹാരം ഉണ്ടാവും കേട്ടോ. അത് അമ്മയുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ തന്നെ ആയിരിക്കുള്ളൂ. തട്ടുകടയോ അല്ലെങ്കിൽ ചായക്കടയിലോ ഒരു ഫുഡ് ഉണ്ടാവില്ല, അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും പലഹാരം തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു പലഹാരം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? ഒരു സ്പെഷ്യൽ ആയിട്ട് ആണ്. അപ്പൊ അതിന് ഉപയോഗിച്ച് വെച്ചാല് ചക്ക വരട്ടിയതാണ് കേട്ടോ. അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മൾ വരട്ടി വെച്ചേക്കണ കാരണം കൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഇത് വെറുതെ ചെയ്യരുത്, ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ കേട്ടോ. അപ്പൊ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ചാണ് ഇതിൽ നിന്ന് എടുക്കാവുള്ളൂ കേട്ടോ. മുഴുവൻ എടുക്കരുത്, കുറച്ച് എടുക്കാവുള്ളൂ. സ്പൂൺ കൊണ്ട് അത് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ഏലക്ക ചതച്ചതാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ജീരകാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. കാരണം ഇത് നമ്മള് ചക്ക ഇട്ടുള്ളത് കൊണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പൊ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് കുഴച്ച് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ല സ്മൂത്ത് ആക്കിയിട്ട് വേണം നമുക്ക് അത് കുഴച്ചെടുക്കാൻ. പിന്നെ നമുക്ക് കയ്യിൽ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നല്ലപോലെ എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ടാവും. അപ്പൊ ദോശയുടെ ഒരു പരുവത്തിൽ എന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കട്ടി വേണം കേട്ടോ. ഇനി അതേ സമയം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇത്തിരി ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളൂ. 2 കട്ട ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിന്റെ പാനിയാണ്. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന ആ ചക്ക ഉണ്ടല്ലോ അടിച്ചത്, അതും കൂടി ഇതിലിട്ടിട്ട് നല്ല പോലെ ഇളക്കി അതൊന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഈ വേണമെങ്കിൽ നമുക്ക് ഇതില് ഏലക്കപ്പൊടിയോ ഏലക്ക ചതച്ചതോ ഇടാട്ടോ. അതും ഇതില് പ്രശ്നമൊന്നുമില്ല. ഞാൻ മറ്റതിൽ ഇട്ടതാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങയാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട ശേഷം നല്ലപോലെ ഇതായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമ്മള് ശർക്കരയും തേങ്ങയും മാത്രം മിക്സ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇതില് നമ്മൾ ചക്ക വരട്ടിയതും കൂടി ഇടുന്നത് കൊണ്ട് ഇത് മാത്രമായി കഴിഞ്ഞാല് ഇതിൽ വെള്ളം വറ്റുകയോ ഒന്നുമില്ല. ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര മെൽറ്റ് ആയിട്ടിരിക്കും, ഇത്തിരി കട്ടിയിൽ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് അവലും കൂടി ഇതിലിടുന്നത് നല്ലതാണ് കേട്ടോ. അത് ഏത് അവലായാലും കുഴപ്പമില്ല. ഞാനിപ്പോ വെള്ളവൽ ഇട്ടിരുന്നിട്ട് ഇതില് മറ്റേ ഗോതമ്പിന്റെ അവലായാലും കുഴപ്പമൊന്നുമില്ല. അവൽ ഏതിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇത്തിരി കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും. അപ്പൊ നമുക്കത് അത്ര സുഖമാവില്ല. കാരണം നമ്മൾ ദോശയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ദോശ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. കാരണം ദോശയിൽ നമ്മൾ ഓൾറെഡി ചക്ക ഇട്ടേണ കാരണം കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ ദോശപ്പാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തൂവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ കയ്യില് ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു ദോശയുടെ ഷേപ്പിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാണ്. പിന്നെ വലിയ ഷേപ്പിലൊന്നും കിട്ടില്ല. വേറൊന്നല്ല, ഇതില് നമ്മൾ ഇട്ടേക്കുന്നത് ചക്കയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ശർക്കരയും ചക്ക മിക്സ് ഉണ്ടല്ലോ, തേങ്ങ മിക്സ്, അത് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പൊ നല്ല കട്ടിയിലുള്ളത് കൊണ്ട് ഇത്തിരി കട്ടിപ്പുണ്ട്. എന്നിട്ട് ഇത് രണ്ട് സൈഡും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. ശരിക്കും ഇത് മടക്ക് ദോശയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ചൂട് ചക്ക ഇട്ടിട്ടുള്ള ഗോതമ്പ് മടക്ക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലതൊക്കെ പൊട്ടും. വേറൊന്നല്ല, ഇതില് ചക്കയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ വലിയ ഭംഗിയൊന്നും കിട്ടില്ല, എന്നാലോ കഴിക്കാൻ സൂപ്പർ ആയിട്ടുള്ളതാണ് കേട്ടോ. അത് വലിയ ആൾക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുന്ന 4 മണി പലഹാരങ്ങളൊക്കെ ഏകദേശം കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന തന്നെയാണ്. അതെന്റെ ഓരോ വീഡിയോയിലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ എന്ന് വെച്ചാല് പണ്ട് എന്റെ അമ്മയുടെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. അത് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് ഞാനിപ്പോ എന്റെ മോന് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം ചക്കയൊക്കെ ഇപ്പൊ എവിടെ നിന്നാണെന്ന്. വേറെ ഒന്നല്ല, ചക്കയൊക്കെ ഞാൻ ഒരുപാട് ചക്ക കിട്ടിയ സമയത്ത് ഞാൻ ചക്കയൊക്കെ ഒന്ന് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാട്ടോ. അപ്പൊ അത് വേണ്ടവർക്ക് അത് കാണാം. അപ്പൊ അതൊക്കെ കുറേശ്ശെ എടുത്താ വരട്ടിയത് കുറേശ്ശെ എടുത്തിട്ട് ഞാനൊരു പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമുക്ക് ചക്കക്കാലം കഴിഞ്ഞാലും കൊതിയോടെ കഴിക്കാലോ. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.